ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഡ്സ് വർക്കാണ് കാണിക്കാൻ പോകുന്നത്. നെക്കിലും സ്ലീവിലും സെയിം ഡിസൈനാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ബ്ലൗസിൻ്റെ അനുസരിച്ച് ലൈനിങ് കട്ട് ചെയ്തിട്ട് ആ ലൈനിങ് വരച്ച് ഈ ക്ലോത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഈ വരച്ച പ്ലേസിൽ നിന്നും ഒരു 1/4 ഇഞ്ചിന് നീക്കിയിട്ട് വീണ്ടും ഒരു ലൈൻ കൂടെ ഇട്ട് കൊടുക്കുക. ആ ലൈനിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലും ഈ വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിതുപോലെ വരച്ചെടുത്ത് ചെയ്യുന്നത്. ഞാനിത് സ്റ്റിച്ച് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു 3 ലെയറിൽ ഞാനൊന്ന് ചെയിൻ സ്റ്റിച്ച്, ആരിയുടെ ചെയിൻ സ്റ്റിച്ച് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലും ഞാനിത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആ വർക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ലൈനിൽ കൂടെ ആദ്യം ഒന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലൗസ് മാർക്കിംഗ് വീഡിയോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഡിസൈൻ ആണെങ്കിൽ ആരി വർക്കിൽ ചെയ്യുന്ന ഗ്രാൻഡ് ഡിസൈനാണ്. അത് നമുക്ക് നോർമൽ നീഡിൽ കൊണ്ട് എങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. ആരി വർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ആരി വർക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ സ്ഥലത്തിൽ നിന്ന് തന്നെ അടുത്തൊരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കിതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾ 3 പ്രാവശ്യമാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിതിൽ ബാക്ക് നെക്കിലും അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ റൈറ്റ് സൈഡ് ഒരു സൈഡിൽ മാത്രവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ശകലം സ്പേസൊക്കെ വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോർമൽ നീഡിൽ കൊണ്ട് ഇതിൽ ബീഡ്സ് വർക്ക് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ബീഡ്സ് ആണെങ്കിൽ വീറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 mm ബോൾ ബീഡ്, അതിനുശേഷം 2 mm ബോൾ ബീഡ്സ്, ഇത്രയും യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആ 3 സൈസിലുള്ള ബീഡ്സും ചേർത്തിട്ട് ഞാനൊരു വെൽവെറ്റ് ക്ലോത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ ബീഡ്സ് ഒന്നും ഉരുണ്ടു പോകത്തില്ല. നമ്മൾ വെറുതെ ഈ ക്ലോത്തിൻ്റെ പുറത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ബീഡ്സ് അവിടെ കിടന്ന് ഉരുണ്ടുരുണ്ട് കിടക്കും. അത് ഫുള്ളും കളയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വെൽവെറ്റ് ക്ലോത്തിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നീഡിലെടുക്കാം. നീഡിലാണെങ്കിൽ നിങ്ങൾ 10 സൈസ് നീഡിൽ വേണം എടുക്കാൻ. 11 എടുക്കാം, അത് കുറച്ചുകൂടി നീളത്തിൽ കിട്ടും. നമുക്ക് 10 അല്ലെങ്കിൽ 11 സൈസ് നീഡിലെടുക്കാം. ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനൊരു 3 mm ഒരു ബോൾ ബീഡും അതിനുശേഷം ഒരു 2 mm ബോൾ ബീഡുമാണ് കോർക്കുന്നത്. 2 ഇങ്ങനെ കോർത്തതിന് ശേഷം അതങ്ങനെ നമ്മൾ വലിച്ച് നേർക്ക് പിടിച്ച് വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം അങ്ങ് താഴേക്ക് നമ്മൾ സൂചി കുത്തി താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ശകലം ബാക്കിലോട്ട് ആ നൂല് കുത്തിപ്പൊക്കിയെടുക്കണം, അതായത് ഒരു ബീഡിൻ്റെ ഡിസ്റ്റൻസിൽ. എന്നിട്ട് ഈ അറ്റത്തിരിക്കുന്ന ആ ബീഡിൻ്റെ അകത്തുകൂടെ ആ സൂചി കൊണ്ടുവരാം. വീണ്ടും അതുപോലെ തന്നെ ഒരു ബിഗ് ഒരു സ്മാൾ അങ്ങനെ ബീഡ്സ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം താഴേക്ക് സൂചി കുത്തി താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ശകലം മുകളിലേക്ക് സൂചി കുത്തി പൊക്കിയെടുക്കുക. ലാസ്റ്റിലുള്ള ആ ബീഡിൻ്റെ അകത്തുകൂടി തന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ ഒരു ബിഗ് ബീഡ്, അതിനുശേഷം ഒരു സ്മാൾ ബീഡ്, അങ്ങനെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതങ്ങനെ സ്ട്രൈറ്റായി പിടിച്ച് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വച്ചതിന് ശേഷം സൂചി കുത്തി താഴ്ത്തി കൊടുക്കാം. വീണ്ടും ഒരു ബീഡിൻ്റെ ഡിസ്റ്റൻസിൽ ബാക്കിലോട്ട് പോയിട്ട് സൂചി കുത്തി പൊക്കിയെടുക്കാം. വീണ്ടും ലാസ്റ്റിലിരിക്കുന്ന ബീഡിൻ്റെ അകത്തുകൂടെ വേണം പുറത്തൊക്കിയെടുക്കാൻ. ഇങ്ങനെ തന്നെ ആ നെഗിൻ്റെ ഒരു ലെയർ ഫുള്ളും അങ്ങനെ മാറി മാറി ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് നമ്മൾ അവിടെ നിന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് ഇതുപോലെ തന്നെ മാറി മാറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിലാദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ആ കുഞ്ഞ് ബീഡാണ്. എന്നിട്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആ വലിയ ബീഡ് തന്നെ ആദ്യം കോർത്ത് കൊടുക്കാം. ഇങ്ങനെ മാറി മാറി വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ആദ്യത്തെ ലെയർ എങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് മാറി മാറി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ ഇതുപോലെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 3 ലെയറും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലെ ബുട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ഇവിടെ ഞാൻ 2 എണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശകലം ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ സ്മാൾ ബീഡ്സിൽ ഒരു 3 ബീഡ്സ് വിട്ടിട്ട് 4th ബീഡിൽ നിന്നാണ് ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിതിനിവിടെ കോർക്കുന്നത് വീറ്റ് ബീഡാണ്. വീറ്റ് ബീഡ് കോർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീറ്റ് ബീഡിൻ്റെ ആ സ്മാളായിട്ട് കുഞ്ഞായിട്ടിരിക്കുന്ന ഭാഗം ആദ്യം കോർത്ത് കൊടുക്കണം. മുകളിൽ വരേണ്ടത് ആ വലിയ ഭാഗമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബീഡ് കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതങ്ങനെ നേർക്ക് പിടിച്ച് അങ്ങനെ സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ തിരിച്ച് ഒരു ബീഡിൻ്റെ ബാക്കിലോട്ട് വന്നതിന് ശേഷം ആ ലാസ്റ്റിലുള്ള ബീഡിൻ്റെ അകത്തുകൂടി ഒരു പ്രാവശ്യം കൂടെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത അതേ പ്ലേസിൽ തന്നെ സൂചി കുത്തി പൊക്കിയെടുക്കുക. വീണ്ടും ഒരു വീറ്റ് ബീഡും അതുപോലെ ഒരു സ്മാൾ ബീഡും ബോൾ ബീഡും കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒരു സൈഡായിട്ട് ചരിച്ച് വെച്ചതിന് ശേഷം പഴയതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അതേ പ്ലേസിലേക്ക് തിരിച്ച് വരണം. എന്നിട്ട് വീണ്ടും ഒരു വീറ്റ് ബീഡും ഒരു സ്മാൾ ബോൾ ബീഡും കോർത്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സൈഡ് ഇതുപോലെ ചരിച്ച് വെച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് സ്പേസ് വിട്ട് അത് ഫുള്ളും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്രാൻഡായിട്ടുള്ള ആരി വർക്ക് ഡിസൈൻ പോലെ തന്നെ നമ്മൾ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതോടുകൂടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.